വിശദമായ വാർത്തയിലേക്ക്. ആണവ കരാർ ചർച്ചകളിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തില്ലെന്നും US മുന്നോട്ട് വെച്ച പുതിയ ആണവ കരാർ രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇന്ന് വ്യക്തമാക്കി. ഇതോടെ ഇസ്രായേൽ US സംയുക്ത നടപടികൾക്കുള്ള സാധ്യത സജീവമാവുകയാണ്. ഏറ്റവും പുതിയ ആണവ കരാർ നിർദ്ദേശം US കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുന്നോട്ട് വെച്ചത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുടെയും US പ്രസിഡന്റിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫുമായി നടത്തിയ ചർച്ചകളിലാണ് അമേരിക്ക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. 5 റൗണ്ട് ചർച്ചകളാണ് ഇതുവരെ USഉം ഇറാനും തമ്മിൽ ഒമാനിൽ വെച്ച് നടന്നത്. ഇതിൽ ഇറാൻ 3% നിലവാരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിലനിർത്തുക, ഇറാനിലെ ഭൂഗർഭ പ്ലാന്റുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടുക, പുതിയ സെൻട്രിഫ്യൂജുകളുടെ ഗവേഷണം നിർത്തണം, അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷണം നിർബന്ധമാക്കും, ഇറാനും അമേരിക്കയും സൗദി അറേബ്യയും ഖത്തറും തുർക്കിയും ഉൾപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ആണവ സംഘം രൂപീകരിക്കും. ഈ 5 നിർദ്ദേശങ്ങളാണ് US ഇറാന് മുന്നിൽ വെച്ചത്. ഈ നിർദ്ദേശങ്ങളാണിപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തള്ളിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ വെളിപ്പെടുത്തലിൽ ഇറാൻ 3 സ്ഥലങ്ങളിൽ രഹസ്യ ആണവ പ്രവർത്തനം നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ നിന്നും IAEA വിലയിരുത്തുന്നത് ഇറാന്റെ 60% യുറേനിയം സ്റ്റോക്ക് ഇപ്പോൾ 408.6 കിലോഗ്രാം ആയിട്ടുണ്ടെന്നും 9 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ഇവ ധാരാളമെന്നുമാണ്. ഇറാൻ USന്റെ പുതിയ ആണവ നിർദ്ദേശം തള്ളിയതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേരെ സൈനിക നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഇസ്രായേൽ നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.